ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു 𝙬𝙬𝙬𝙯 എന്ന ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളൊരു കാര്യം ഷെയർ ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഒരു ഹോണ്ട ഗ്രാസിയനെ കുറിച്ചുള്ള നമ്മളൊരു വീഡിയോ ഉണ്ടെന്ന്. അപ്പോൾ കുറച്ച് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോണ്ട ഗ്രാസിയയുടെ അപ്ഡേറ്റ് എന്തായി, സർവീസിൻ്റെ കാര്യം എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും അത്യാവശ്യം കുറച്ച് കാലം നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കുറച്ച് വീഡിയോ എടുക്കാണ്ടിരുന്നത് എന്ന് വെച്ചാൽ അധികം യൂസ് ചെയ്യണമെന്ന് എനിക്കറിയാം. ഭയങ്കര ചൂടാണൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അധികം അങ്ങനെ ഉപയോഗിക്കാറില്ല. പിന്നെ വർക്ക് ഫ്രം ഹോം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരു സ്ഥിതി ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വണ്ടി. ഞാൻ എൻ്റെ ഫ്രണ്ടും കാണിച്ചു തരാം. ഇതാ നിങ്ങൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണും. നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണണമെന്ന് അറിയില്ല. ഗ്ലെയർ അടിച്ചിട്ട് എന്താ പൊടി. ഇത് ഒരു കാര്യം ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പോൾ സർവീസ് കഴിഞ്ഞ് കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ്, സ്റ്റാൻഡേർഡ് ഓഫ് സർവീസാണ് കാണുന്നത്. ഈ എല്ലാ കമ്പനിക്കാരും ഉടായിപ്പോയും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കുറേ കാലമായി ഇപ്പോൾ നമ്മുടെ ടാറ്റയുടെ ഇഷ്യൂ കുറേ ഇപ്പോൾ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ കാണുന്നുണ്ട്. ഇത് ഞാൻ മുമ്പേ നമ്മുടെ ആദ്യത്തെ വീഡിയോയിലേ പറഞ്ഞത് എനിക്ക് 500 രൂപയൊക്കെ ബില്ലൊരു ഫസ്റ്റ് സർവീസ് ബില്ല്. ഞാൻ ചുമ്മാ പറഞ്ഞല്ല, ഞാൻ എന്തായാലും ബില്ല് കാണിച്ചു തരാം. ബില്ലിൽ ടൈം ഉണ്ടാവുമല്ലോ. ഞാൻ എന്നിട്ട് അവരെ ഞാൻ ഇത് വാഷിങ് എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയണ റീസണാണ് ആൾ ലീവാണ്, ആൾക്കെന്തോ ആക്സിഡൻറ്റ് പറ്റിയിരുന്നു, അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ഇവർ പറയണത്. പക്ഷേ എന്ത് ഒരാളാണോ അവർ വെച്ച് സ്ഥാപനം നടത്തുന്നത്? എന്ത് പരിപാടിയാണ് ഇത്? ആദ്യത്തെ പ്രാവശ്യം എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസിൽ ഒരു ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ നമ്മളത് ഫസ്റ്റ് സർവീസ് അല്ലേ കോട്ടയം ചെയ്തിട്ട് പറഞ്ഞു ഈ പ്രാവശ്യം പോയപ്പോഴും ഓയിൽ ചേഞ്ച് വേണമെന്ന്. അത് ഇവിടുത്തെ പരിപാടി. അത് ഞാൻ പറയാം. കിലോമീറ്റർ അയക്കുന്നത് കോമഡിയാണ്. ഫസ്റ്റ് കിലോമീറ്റർ നമ്മളെന്താ വെച്ചാൽ പറഞ്ഞല്ലോ ആദ്യം ഓട്ടം നടന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ കണ്ടു അയക്കുന്നത് ആകെ 662 കിലോമീറ്റർ ആകെ ആയിട്ടുള്ളൂ. നമ്മൾ ഫസ്റ്റ് സർവീസ് ചെയ്ത് 100 കിലോമീറ്ററില്ല. അപ്പോൾ അതിൽ തന്നെ ഞാൻ വെറുതെ ചുമ്മാ അവർ പറഞ്ഞിട്ട് പിന്നെ പോട്ടെ വെച്ചാൽ അവർക്ക് എന്തായാലും ആദ്യം എടുത്ത് ഫസ്റ്റ് സർവീസ് അല്ല, അതുകൊണ്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ പ്രാവശ്യം പോയി പറയാം ഇതിൽ എന്തായാലും ഓയിൽ ചേഞ്ച് വേണമെന്ന്. അപ്പോൾ അറിയാത്ത ആൾക്കാരാണെങ്കിൽ അവർ പറയും ഓയിൽ ചേഞ്ച് ചെയ്തോളാം. ഞാൻ പറഞ്ഞു എന്ത് പിണ്ണാക്കി. ശരി, നമുക്ക് ശരിക്കും വായിൽ വന്ന് ഇതല്ല ശരിക്കും ഇവിടെ വന്നത്. പക്ഷേ എന്ത് കാര്യത്തിനാണ് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത്? ആകെ 500 കിലോമീറ്റർ ഓടിക്കുന്ന സാധനത്തിന് എന്ത് ഓയിൽ ചേഞ്ച് വേണ്ടത്? ഒരു ഓയിൽ ചേഞ്ച് ചെയ്യണമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. പിന്നെ ബില്ല് ഞാൻ വന്നത് അത് കാരണം ഇപ്പോൾ ഓയിൽ ചേഞ്ച് ഒന്നും ചെയ്തില്ല. അപ്പോൾ ഞാൻ ബില്ല് കാണിച്ചു തരാം. ഇതാ ടൈം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഡേറ്റ് 14, ഇന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് 14/3 തന്നെയാണ്. ഇതാ ഇപ്പോൾ ബില്ല് വന്നേക്കുന്നത് എന്നിട്ട് 42 രൂപയാണ്. അവർക്ക് ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ ഒരു 10, 300, 400 റേഞ്ചിൽ കിട്ടിയാണ് അവർക്ക്. അപ്പോൾ ഇതാണ് അവസ്ഥ നമ്മുടെ സർവീസുകളുടെ. ഇതിൽ ടൈമൊന്നും അവരിട്ടിട്ടില്ല. നമ്മുടെ ഡേറ്റും കാര്യമൊക്കെ ഉള്ളത്. പിന്നെ നമ്മൾ വാഷ് ചെയ്യാത്തതിന് നമ്മളെന്തായാലും ചുമ്മാ വിട്ടൊന്നുമില്ല. അവരോട് ഞാൻ ഒരു വാഷിംഗ് വൗച്ചർ നമ്മൾ ചോദിച്ചിട്ട് അവരൊരു വൗച്ചർ നമ്മളെടുത്ത് എഴുതി തന്നിട്ടുണ്ട്. 1 മാസത്തിലുള്ളത് കഴുകാനുള്ളത്. ഞാൻ അതാണ് പറഞ്ഞത്. ഉണ്ട് നമുക്ക് വാഷിംഗ് സ്ലിപ്പാണത്. ഉണ്ട് നിങ്ങൾക്ക് കാണാനുണ്ടാക്കിയത് വാഷിംഗ് സ്ലിപ്പാണ് നമ്മുടെ വണ്ടിയുടെ. അപ്പോൾ നമ്മൾ ചുമ്മാ അങ്ങനെ നമ്മളന്ന് ഇതിനൊക്കെ അവർക്ക് ഓരോ അലോട്ട്മെൻറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സർവീസ്. നമുക്ക് ഫ്രീ സർവീസ് ആണെങ്കിലും അവർക്ക് വൗച്ചർ കോഡ് വേണം നമ്മുടെ ഫ്രീ സർവീസ് ആക്ടിവേറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ കമ്പനിയിൽ നിന്നുള്ള അലവൻസും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും ഈ ഫ്രീ സർവീസിനും കാര്യങ്ങളൊക്കെ. അത് കഴിയുമ്പോഴാണ് അവർ ലേബർ ചാർജ് വാങ്ങിക്കുന്നത് അവരുടെ സർവീസിനും കാര്യത്തിന്. അപ്പോൾ പിന്നെ ശരിക്കും വാഷിംഗ് നമുക്ക് ചെയ്തു തരേണ്ട ഒരു സംഭവമാണ്. ശരിക്കും ഫസ്റ്റ് സർവീസിനൊന്നും ശരിക്കും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓയിൽ ചേഞ്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അത്രയ്ക്ക് ഓടിയെങ്കിൽ മാത്രം നമ്മുടെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. ഇതെനിക്ക് തോന്നുന്നത് നമ്മൾ കൊടുത്ത സ്ഥിതിയിലേക്ക് തിരിച്ച് തന്നിരിക്കുന്നുണ്ട് വണ്ടി. അതേ സ്ഥിതിയിലാണ് ഇരിക്കുന്നത്, വ്യത്യാസമില്ല. ഇതാ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സർവീസ് വന്നേക്കുന്നത് ഇതിലുണ്ട്. ഫസ്റ്റ് ഞാൻ അതും പറഞ്ഞതാണ്. ഫസ്റ്റ് അവർ ആദ്യത്തെ സർവീസിൽ തന്നെ ഓയിൽ ചേഞ്ച് ചെയ്തു. അത് 95 കിലോമീറ്റേഴ്സിൽ. പിന്നെ നമ്മളിപ്പോൾ ഇന്ന് കൊടുത്തു 14 വന്നു 656 കിലോമീറ്റർ ആയിട്ടുള്ളൂ. എന്നാൽ ഞാൻ പറഞ്ഞ ഓയിൽ ചേഞ്ച് ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ട് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവർ ചെയ്യട്ടെ. അവർ ഓയിൽ ചേഞ്ച് ചെയ്യും എല്ലാ സംഭവം നമ്മളെ കൊണ്ട് കാശ് വാങ്ങിപ്പിക്കുക. എന്ന് വെച്ചാൽ അവർക്ക് ടാർജറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ട്. അവിടുത്തെ സ്റ്റാഫിനെ പറഞ്ഞിട്ടും കാര്യമില്ല. അവർ ടാർജറ്റും ഇതൊക്കെ വെച്ച് കൊടുത്തൊക്കെയാണ്. പോരാത്തതിന് കോവിഡ് വന്ന ശേഷം നിങ്ങൾ എല്ലാത്തിനും ഇഷ്യൂ ആണ്. പിന്നെ നമ്മളിപ്പോൾ ഇതിൻ്റെ കാര്യം പറയാനുണ്ട്. നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. എന്താ വെച്ചാൽ വേറെ സർവീസിനെ കുറിച്ച് ഇപ്പോൾ നല്ല മോശമായിട്ടുണ്ട് മർജി സർവീസിന്. ഇത് ശരിക്കും നമ്മൾ കസ്റ്റമേഴ്സാണ്. നമ്മളിതൊക്കെ ശരിക്കും കൺസ്യൂമറാണ്. നമ്മളിതൊക്കെ പറയണം, എന്നാലേ ഇതൊക്കെ മാറുള്ളൂ. ശരിക്കും നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ടാറ്റ സഫയുടെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എതിരും ഇതൊക്കെ ഉണ്ട്. പക്ഷേ ആൾ കാശ് കൊടുത്ത് വാങ്ങിച്ച വണ്ടിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനായിട്ട് മോശമൊന്നുമില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പറയണം. നമുക്ക് വെറുതെ തരാനല്ലോ കമ്പനി. അപ്പോൾ അതിനെക്കുറിച്ച് പറയണം ശരിക്കും. കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയണം, അല്ലെങ്കിൽ സർവീസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയണം ശരിക്കും. അപ്പോൾ ഇത്ര വലിയൊരു ഹോണ്ട ബ്രാൻഡായിട്ട് അവർക്ക് ഇത് ശരിക്കും ഇത് ചിലവായി പോകുന്നത് ശരിക്കും അവരുടെ ബ്രാൻഡ് ക്വാളിറ്റി കാരണം മാത്രമാണ്. ശരിക്കും ഈ സർവീസ് ഞാൻ നമ്മുടെ ഫസ്റ്റ് സർവീസ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഇതിനും നല്ല കുറേ പേര് നമ്മുടെ നെഗറ്റീവ് കമൻറ്റ്സും കാര്യങ്ങളൊക്കെ നെഗറ്റീവ് അല്ല അവർക്കും ഇതുപോലെ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇത് സെക്കൻഡ് സർവീസിൽ ഇത് ഞാൻ ഇപ്പോൾ എന്നിട്ട് എൻ്റെ സെറ്റ് തൃശ്ശൂരാണ്. അപ്പോൾ എനിക്ക് അടുത്തൊരു 2 സർവീസ് സെൻ്റർ ഉള്ളൂ ആകെ. അപ്പോൾ എല്ലാത്തും ഓൾമോസ്റ്റ് നെഗറ്റീവ് സർവീസ് തന്നെയാണ് എല്ലാത്തും. നമ്മുടെ ഗൂഗിൾ റിവ്യൂസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം രണ്ടിലും നെഗറ്റീവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹോണ്ട മോസ്റ്റ് എല്ലാ സ്ഥലത്തും നെഗറ്റീവാണ്. ഞാൻ ഹോണ്ടയുടെ കേരളത്തിൽ നോക്കിയപ്പോൾ ഒരു 1-2 മാത്രമാണ് ആകെ 4 സ്റ്റാറിന് മുകളിലുള്ളത്. ബാക്കിയൊക്കെ താഴെയാണ് വരുന്നത്. 1-2 അല്ല എത്ര എന്നുവെച്ചാൽ വരലെണ്ണാവുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഇവരുടെ സർവീസിൻ്റെ ഒരു സ്ഥിതി. പക്ഷേ നമ്മുടെ ഇവരുടെ ഒരു ഹോണ്ടയുടെ ക്വാളിറ്റി ഒന്നും പറയാനൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇവരുടെ പാർട്സും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തന്നെയാണ്. ഞാൻ ഇത് വാങ്ങിക്കാൻ കാരണം അത് തന്നെയാണ്. എന്ന് വെച്ചാൽ എൻ്റെ മുമ്പ് ഉണ്ടാകുന്നത് ഞാൻ ശരിക്കും ആക്ച്വലി യമഹ യൂസറായിരുന്നു. എന്നുവെച്ചാൽ ബൈക്കൊക്കെ നമ്മുടെ യമഹയാണ്. അപ്പോൾ പിന്നെയാണ് നമ്മൾ വേറെ ഞാൻ ബൈക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ യമഹയുടെ സർവീസ് വലിയ മോശമൊന്നും ഉണ്ടാകുന്നില്ല, വലിയ നല്ല കുറവ് തന്നെയാണ് വരുന്നതായിരുന്നു. FC-യുടെ 250 യൂസറായിരുന്നു. പക്ഷേ നമ്മൾ ഇപ്പോൾ പിന്നെ നമുക്കൊരു സ്കൂട്ടർ നോക്കിയപ്പോൾ നമ്മൾ പിന്നെ സെയിം ബ്രാൻഡിലേക്ക് പോകേണ്ട വെച്ചിട്ടാണ് നമ്മൾ വേറെ ബ്രാൻഡിലേക്ക് വരുന്നത്. വെച്ചാൽ ഹോണ്ട നമ്മൾ തീരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം TVS-ഉം എൻടോർക്കും അതുപോലെ ഇതായിരുന്നു വിടുന്നത്. പിന്നെ നമ്മുടെ മുമ്പ് ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ നമുക്ക് കൺസ്യൂമർ കോർട്ട് ഓൺലൈൻ കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ താഴെ തന്നെ കുറേ കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട്. കുറേ പേര് എങ്ങനെ ചെയ്യാനൊക്കെ ചോദിച്ചു. അപ്പോൾ കുറേ പേർക്ക് കൺസ്യൂമർ കംപ്ലയിൻസുകളുണ്ട്. അത് എങ്ങനെ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ നിന്ന് പോകുന്നതാണ്. ഇപ്പോൾ തന്നെ വേറൊരാൾ നമ്മുടെ സബ്സ്ക്രൈബറാണെന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഒരു ആ വീഡിയോൻ്റെ താഴെ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ TVS ജൂപ്പിറ്റർ സർവീസിന് ശേഷം വണ്ടി നിന്നുപോയി, അവർക്ക് ശരിയാക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂ കുറേ പേര് ഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ TVS എൻടോർക്കിൻ്റെ ഇതുപോലെ കംപ്ലയിൻറ്റ്സ് കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതുകൊണ്ടാണ് ഈ ഹോണ്ടയിലേക്ക് മാറിയത് തന്നെ. ഹോണ്ടയ്ക്ക് പക്ഷേ കംപ്ലയിൻസുകളൊന്നും ഇല്ല വേറെ. ഈ സർവീസ് ക്വാളിറ്റി കുഴപ്പങ്ങൾ മാത്രമേ ഉള്ളൂ. ടാറ്റയ്ക്ക് പിന്നെ കംപ്ലയിൻസുകൾ ഉണ്ടെന്നുണ്ട്. പക്ഷേ കംപ്ലയിൻസ് അവർക്ക് റെക്ടിഫൈ ചെയ്ത് കൊടുക്കാനും പറ്റുന്നില്ല. പക്ഷേ നമുക്ക് ഹോണ്ടയ്ക്ക് ആകുമ്പോൾ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ സർവീസിൻ്റെ ഒരു ക്വാളിറ്റി ഭയങ്കര പൂറാന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമ്മുടെ ഒരു പുതിയതിപ്പോൾ 2ാം സർവീസാണ്. നമുക്കിപ്പോൾ എടുത്തിട്ട് ഒരു 6 മാസം ആയിട്ടുള്ളൂ. ഇങ്ങനെയാണ് അവർ പുതിയ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ സർവീസ് സെക്ഷനിൽ സെയിൽസ് സെക്ഷൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല, മോശമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ രണ്ടും സർവീസ് നന്നായല്ലേ ഇവർ അങ്ങനെ ഒരു സംഭവം നിന്ന് പോകുള്ളൂ. ഇത് ഇപ്പോൾ ആക്റ്റീവ് തന്നെ അങ്ങനെ ചിലവായി പോകുന്നത് ഇവരുടെ ഈ ക്വാളിറ്റി കാരണം, ഈ ഹോണ്ടയുടെ ക്വാളിറ്റി കാരണമാണ് നിന്ന് പോകുന്നത്. ശരിക്കും സർവീസ് ക്വാളിറ്റി കാരണം ഒന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് പക്ഷേ കറക്റ്റായിട്ട് അറിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു ഹോണ്ടയുടെ വണ്ടി വാങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഇത്ര കാലം മുമ്പ് ഇങ്ങനെ സർവീസ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് എങ്ങനെയാണെന്ന് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ഇപ്പോൾ കുറേ കാലമായിട്ട് ഹോണ്ട സർവീസ് ഹോണ്ട വണ്ടികൾ ഉപയോഗിച്ചിട്ട് ഒരു സർവീസ് എക്സ്പീരിയൻസ് ഉള്ളത് ആരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. നമുക്കതിൻ്റെ നമ്മുടെ കമൻറ്റ് സെക്ഷൻ ഞാൻ നല്ല കമൻറ്റ്സ് നോക്കി പിന്നെ ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ കൺസ്യൂമറാണ്. നമുക്ക് ഇഷ്യൂ വരുന്നതൊക്കെ നമ്മൾ ശരിക്കും ആക്ച്വലി പറയണം. അത് അതിന് ശരിക്കും ഇപ്പോൾ ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ അത് പൊട്ടയൊന്നുമല്ല. ശരിക്കും ഇപ്പോൾ വലിയ കമ്പനികളൊക്കെ കൺസ്യൂമേഴ്സ് പറയാണ്ട് ഒന്നാമത് അവർക്ക് അറിയാൻ പറ്റില്ല. കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ പറഞ്ഞാലേ അറിയുള്ളൂ. അതും നമ്മൾ ഒരു 2 പേര് സാധാരണക്കാർ പറഞ്ഞാൽ അവർക്ക് അറിയില്ല. അപ്പോൾ ഇങ്ങനെ സോഷ്യൽ നെറ്റ്വർക്കിൽ അങ്ങനെ ഇത്രയും കുറച്ച് ഇങ്ങനെ കയറി വന്നാൽ അതിന് ഇത് അറിയുള്ളൂ. അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് റെക്ടിഫൈ ചെയ്യാൻ അവർക്കും പറ്റുള്ളൂ, നമ്മുടെ പ്രോബ്ലം എന്തെങ്കിലും സോൾവ് ആവണമെങ്കിൽ ആവുള്ളൂ. അപ്പോൾ അതിന് തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങളിങ്ങനെ ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്ക് മുമ്പ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറേ പേര് കംപ്ലയിൻ്റ് അല്ല കുറേ പേര് നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സർവീസ് മോശം തന്നെയാണ് ഹോണ്ടയുടെ ഒക്കെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സർവീസ് ചെയ്തതിൻ്റെ വീഡിയോ ആയിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രാസിയ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വണ്ടി നല്ല വണ്ടി തന്നെയാണ് കേട്ടോ, കംപ്ലയിൻസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് സർവീസിൻ്റെ ക്വാളിറ്റിയിലാണ് കുഴപ്പമെന്ന് വെച്ചാൽ വണ്ടിക്ക് കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്ത കാരണം വലിയ പ്രോബ്ലം ഇല്ല. നമ്മൾ ഈ പ്രാവശ്യം ഓയിൽ ചേഞ്ച് എന്നോട് ചോദിച്ചാൽ ആക്ച്വലി ഓയിൽ ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ സർവീസ് പോകുന്നതാണ് പറയുന്നത്, ഗ്യാരണ്ടി പോകുന്നത്. അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യണം അങ്ങനെ ഗ്യാരണ്ടി, നമ്മൾ സർവീസിന് കൊടുക്കണമെന്ന് മാത്രമല്ലോ അവരെ ഗ്യാരണ്ടിയിൽ എഴുതിയിട്ടുള്ളൂ. ഓയിൽ ചേഞ്ച് ചെയ്യണം ഇന്ന സാധനം ചെയ്യണമെന്ന് അങ്ങനെ സംഭവമൊന്നുമില്ല. അവർ ടാർജറ്റ് അച്ചീവ് ഉള്ള പരിപാടി നോക്കുന്നതാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ സർവീസ് കൊടുക്കുമ്പോൾ. നമ്മളൊരു അത്യാവശ്യം ഒരു മിനിമം 5000 ഓടിയിട്ട് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ശരിക്കും 5000 ഓയിൽ ചേഞ്ച് ആവശ്യമില്ല ശരിക്കും. പിന്നെ അവരെ വണ്ടിയുടെ ഡിപ്പെൻഡ്സ് അപ്പോഴാണ്. അപ്പോൾ നോക്കിയിട്ട് കൊടുക്കുക നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ. നമ്മളെന്നെ ജസ്റ്റ് എക്സ്ട്രാ വെറുതെ കാശ് പോവും. അപ്പോൾ അത്ര നമുക്ക് പറയാനുള്ളൂ. നമ്മുടെ ഇവർ ശരിക്കും ആക്ച്വലി എല്ലാവരും ഇത് തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് കോവിഡിന് ശേഷം കുറച്ചും കൂടി പണിയാണ്. അപ്പോൾ എനിക്കും ഇതുപോലെ നമ്മുടെ ബലീനയ്ക്കും നമ്മുടെ മാരുതി സുസുക്കിക്കും ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. അപ്പോൾ എല്ലാത്തിനും സർവീസ് സത്യം പറഞ്ഞാൽ മോശമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ഒരു കമ്പനീനോ അല്ലെങ്കിൽ ഒരു ഏജൻസിനോ ഒന്നും കുറ്റം പറയുന്നതല്ല. പക്ഷേ നിങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ അതിൻ്റെ സർവീസ് സെക്ഷനും കൂടി നോക്കണം. ബ്രാൻഡായാലും ഏജൻസി ആയാലും. എന്താ വെച്ചാൽ കസ്റ്റമറിലാണ് നിങ്ങൾക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ കസ്റ്റമറിൻ്റെ ബാഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് മോശം പരിപാടിയാണ്. അപ്പോൾ അങ്ങനെ നിലനിൽപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ, ഹോണ്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഹോണ്ടയുടെ ബ്രാൻഡ് ക്വാളിറ്റി മാത്രം കൊണ്ടാണെങ്കിൽ ഇതിങ്ങനെ നിന്നെന്ന് എനിക്ക് തോന്നുന്നത്. സർവീസ് എക്സ്പീരിയൻസ് ഇതുവരെയായിട്ട് ഫേസ് ചെയ്തതിൽ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നല്ല കമൻറ്റ്സൊക്കെ നമ്മൾ പിന്നെ എന്താണ്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മളൊന്ന് കമൻറ്റ് ചെയ്യുക. ഹോണ്ട യൂസേഴ്സ് ഉണ്ടെങ്കിൽ ബൈക്കായാലും സ്കൂട്ടറായാലും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം.